ഹലോ എവരിവൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനൊരു ജിപ്സം വർക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജിപ്സം സീലിംഗ് ഒരു റൂമിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പണിക്കാർ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം, എന്താണെന്നറിയാം, മൊത്തത്തിൽ വാട്ടർ ലെവലാകും. വാട്ടർ ലെവൽ കാണും. പിന്നെ ആ വാട്ടർ ലെവൽ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മൊത്തം ചളിനൂലടിക്കും. എന്റെ നൂലുണ്ടോ ഈ പോണേ, അതേപോലെ ആ ലെവലിലേക്ക് എല്ലായിടത്തും പോകുന്നുണ്ട് കറക്റ്റില്. അങ്ങനെ നോക്കിയപ്പോ ഇവിടെ വെക്കുക സൗണ്ട് കുറച്ചുകൂടെ അയച്ചിട്ട് ഈ വരമ്പെന്ന് 6 ഇഞ്ച്, പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഈ വരമ്പെന്ന് 1 ഇഞ്ച് ഉള്ളൂ. അതാണ് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ പണിക്കാരെന്താണ് മനസ്സിലാക്കുന്നത്, ഓർക്ക് ഈ ഷീറ്റിന്റെ കനം ഇവിടെ കാണുന്നു. അതേപോലെ ഉണ്ടോ 2 വരി ഇവിടെ ലേ ചെയ്തിട്ടുണ്ട്. പണി തീർന്നിട്ടുണ്ട്. ഇതിൽ അടിക്കാൻ നോക്കിയാ സിമ്പിൾ പരിപാടിയാണ്. ജിപ്സം എന്ന് പറഞ്ഞാല് പടാപടി ഓർമ്മ. ഇവിടെ അവിടെ എന്താ ചെയ്യണമെന്ന്, ഇപ്പൊ ഒരു പറ്റടിച്ചിരുന്നു. ആ ഒരു പറ്റുണ്ട്. അതിന്റെ മുകളിൽ ഈ സാധനം കയറ്റി വെച്ചിട്ട് നേരെ ഷീറ്റ് വെച്ച് മുട്ടിച്ച് ഇത് 3/4 പൈപ്പാണ് കെട്ടി വെച്ചിട്ടാണ്. ഇത് ചാടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കുട്ടായി സ്റ്റെപ്പിന്റെ അടുത്ത പൈസ നോക്കിയാൽ ഇതിന്റെ അപ്പുറത്തെ വരും കൂടെ കിട്ടുന്ന വളർത്തി വെക്കുക. ആ പൈപ്പ് അത്രേ ഉള്ളൂ. അപ്പൊ എന്താക്കി അവിടെ കുത്തൊടുത്ത്, അതായത് പല റൂമും പല ഷേപ്പിലുണ്ടാവുക, പല മോഡലാണ്. അപ്പൊ അതിനനുസരിച്ചൊക്കെ പണിയെടുക്കാൻ പറ്റും. ഓൾറെഡി ജിപ്സത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ജിപ്സം പെട്ടെന്ന് സെറ്റായി പോകും. ഈ വടി വെച്ച് ഒരു ഷീറ്റ് വെച്ച് ഇനി എന്താണെന്നറിയോ, അടിയിൽ ഒരാളുണ്ട്, അയാൾ ഇതിന് സാധനം ഉണ്ടാക്കി കൊടുക്കും. പെട്ടെന്ന് സെറ്റ് ആവണല്ലോ, കുറച്ച് ഉണ്ടാക്കാറ്റുള്ളൂ. അത് ഉണ്ടാക്കിയിട്ട് ചേർത്തുപ്പിട്ട് തിരികെ മറിച്ച് നൂലെടുത്ത് വരച്ച് മുകളിലേക്ക് കെട്ടും. ഇതിപ്പോ ഓൾറെഡി ഷീറ്റ് കട്ടുന്നുണ്ട് തുടങ്ങി. ഇപ്പൊ ടോപ്പിൽ ഷീറ്റിന്റെ സംഭവമാണല്ലോ. അപ്പൊ എന്താണ്, ഈ ഷീറ്റിനൊക്കെ ഒരു സപ്പോർട്ട് കെട്ടാൻ, ഈ വെക്കുന്ന പരിപാടിക്ക് സപ്പോർട്ട് കെട്ടാൻ മുകളിൽ എന്തുണ്ട്, പൈപ്പുകളുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ റൂമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, മുകളിൽ ഇതേപോലത്തെ പൈപ്പ് എന്തെങ്കിലും വാങ്ങിയിട്ട് സെപ്പറേറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോഴേ ഇത് താക്കുണ്ടാവുള്ളൂ. കുറിച്ച് കെട്ടണ്ടേ കാണിച്ചു. രണ്ടാമത് സീറ്റ് കളിക്കുക, ഞാൻ 5-6 സീറ്റ് ഇട്ടുണ്ട്, വേണം ഒരു കളിക്കാൻ മതി. അത് വെച്ച് രണ്ടാമത്തെ ഷീറ്റ് ഒക്കെ നോക്ക്, ഞാൻ നീക്കും, പെട്ടെന്ന് ചെയ്യും. ഇവിടെ മുട്ട കൊടുക്കും. മുട്ട കൊടുത്തില്ലെങ്കിൽ ലെങ്ത് കൂടിയേ, ഇങ്ങനെ 10 കഴിഞ്ഞാല് അത് താത്താൻ പറ്റും. പിന്നെ ഈ മുട്ടിന് വേറെ പ്രത്യേകത ഉണ്ടോ, ഇവിടെ നെട്ടുമ്പോൾ സാധനം ചകിരി പോലെ അതിന്റെ ലൂസാക്കി നമുക്ക് എത്ര ലെവലിൽ സെറ്റാക്കി വെച്ചിട്ട് വെക്കാൻ പറ്റും. സിമ്പിൾ പരിപാടിയാണ്. പല ആൾക്കാരും ഇതൊക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ടാവില്ല. ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയും. ഇടി വെട്ടുന്ന സമയത്ത്, പൊല മഴ പെയ്യുന്ന സമയത്ത് ഓല മേഞ്ഞ കുടിയിൽ നീ കിടന്നിട്ടുണ്ടോ? ഞാൻ കിടന്നുണ്ട്. 4 കുന്നിന്റെ കുമ്മായം കൂട്ടിയിട്ട് 8-4 ടൈലിക്ക് വേണ്ടി ഫ്ലോറിൽ സിമെന്റ് നീ വലിച്ചിട്ടുണ്ടോ? ഞാൻ വലിച്ചിട്ടുണ്ട്. പണി നേക്കാട്ടോ മക്കളെ, പറഞ്ഞോണ്ടു. അതിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ കാണുന്നത്. ഇതിപ്പോ നമ്മൾ എന്താ ഉണ്ടാക്കുന്ന റൂമിൽ അറിയാം, സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ. എനിക്ക് കൂടുതൽ സംസാരിക്കാനും എനിക്ക് സ്വതന്ത്രമായിട്ട് ടെൻഷൻ ഇല്ലാതെ 5 മിനിറ്റ് വന്നിരിക്കാനുള്ള ഒരു ഹാൾ, അതിന്റെ പേരാണ് സ്റ്റുഡിയോ. ഇവനാണ് എന്റെ ഇത് ഫിറ്റർ ഏജത്തെ ആളാണ്. ഉണ്ടാക്കുന്ന മറ്റേ മിക്സിംഗ് അസിസ്റ്റന്റ് ചെയ്യുന്ന ആരാ അത് കുഴപ്പമില്ല. ഒരു ചെറിയ ബക്കറ്റില് ഒരു പാട്ട വെള്ളം എടുത്ത് ഈ ജിപ്സത്തിന്റെ പൊടി ഇതിന് മിക്സ് ചെയ്തിട്ട് സാധനമാണ് ഇത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളമാണ്. 5 മിനിറ്റ് സ്വഭാവം. മീനിന് വില എത്രയൊക്കെ അറിയാം, മത്തി 400 റുപ്യ. ഇനി അവിടെ പിടിക്കതാ അത് കിട്ടുന്നു. അവിടെ പോവാണ് ഈ ജിപ്സത്തിന്റെ ബോഡി ആര് വെച്ച് കഴിഞ്ഞപ്പോൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടോ. ഇനിയും ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. ഇത് കയറ് വെച്ച് കെട്ടാണ് അതിന്റെ മുകൾ ഭാഗത്തായിട്ട്. ഷീറ്റിന്റെ ഇൻസ്റ്റാളേഷൻ കണ്ടില്ലേ, ഈ ഒരു ഷീറ്റിനെ ടോപ്പിലേക്ക് കൂട്ടി കെട്ടാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 സാധനം ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ സാധനം ചാക്ക് വരെ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിച്ചാക്ക് ഉണ്ടല്ലോ, അത് കയറിക്കാണ്ട് ഇതേപോലെ ആക്കി മാറ്റി 2 ഇഞ്ച് വീതിയിൽ
അത് ഈ വെള്ളത്തിൽ മുക്കിക്കാണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് അവിടെ എന്താ ചെയ്യാൻ നോക്കിയാ അവിടെ കിട്ടും. കെട്ടി വെക്കുന്ന ദൃശ്യമാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ആ പൈപ്പിൽ കൂട്ടി കിട്ടുന്നത് സിമ്പിൾ പരിപാടിയാ. പഠിക്കാൻ പറ്റും ഈ പണി. ആർക്കൊക്കെ പഠിക്കാൻ പറ്റുക ആകെ പറഞ്ഞോളേ. ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ സംശയം ഉണ്ടോ അത് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. ഈ ദുനിയാവിലെ ജീവനുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. പക്ഷെ വയസ്സിന് നടക്കണം കേട്ടോ. അപ്പോ 8 വയസ്സിന്റെ മുകളിൽ മാത്രം. 8 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാര് മുകളിൽ ഇല്ലാത്തവര് ഈ പണിയെടുക്കണ കണ്ടുകഴിഞ്ഞാല് നിയമപരമായിട്ട് ആരും കേസ് കിട്ടും. ശിക്ഷാർഹമായിട്ടുള്ള പണിയാണ്. കൈ പോകും. കാരണം ബാലവേല അതോരോ ഷീറ്റിന്റെ അടിയിൽ വെക്കുന്ന ഒട്ടിച്ചെടുക്കുന്നത് പശ പോലെ സാധനമാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കൈ പിടിച്ചൊക്കെ ഉണ്ട്. അപ്പം മനസ്സിലാവും അതിന്റെ ഉറപ്പത്തിലാണല്ലോ. അതവിടെ വെച്ച് അവര് ഒട്ടിച്ച് സെറ്റാക്കി. ചേർത്ത് അടുത്ത പണി എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ചേർത്തുപ്പൂ ആ വള്ളത്തിലിട്ട് മുക്കിയിട്ട് എന്താ ചെയ്യണം നോക്കിയാ അതിന്റെ മുകളിലൊക്കെ വീണ്ടും വെക്കുന്നുണ്ടോ. ഈ 2 സാധനമാണ് നമ്മള് ഇൻസ്റ്റാൾ ചെയ്യുന്ന ജിപ്സത്തിന്റെ ഷീറ്റിനെ ടോപ്പിൽ എന്താണോ നമ്മൾ സെറ്റ് ആക്കണം അതിനെ വെച്ച് സെറ്റ് ആക്കണം. കാര്യം പറയാണ്ടേ, നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, മറ്റേതെല്ലാം ചെയ്യാനാ കമ്പിയൊക്കെ ചെയ്യാം. അത് വേറെ ഹൈറ്റ് കാണിച്ചുതരാം. ഒരു ദിവസം വലിയ കൂടി പോയിക്കോ. ചാനലല്ല വീഡിയോ വരുന്നത്. അത് കാണും. ഇവര് ചേത്തുപ്പെടുത്തിട്ട് ആ സാധനത്തിൽ മുക്കിയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണത്. പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കണ്ടോ. അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നൂൽച്ചാക്കാണ്. ഈ ചാക്ക് ഇവരിവിടെ വെച്ച് മുറിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ, അവര് മുറിച്ചെടുക്കാണ് അതിൻ്റെ ഇത്. ഗ്യാപ്പ് അവിടെ വെക്കാനുള്ള ഭാഗത്തേക്ക് അവർ ജിപ്സത്തിൻ്റെ ബോർഡിൻ്റെ അളവ് എടുത്തിട്ട് അത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസാണ് ഇനി നിങ്ങൾ കാണുന്നത്. അത് ഇനി കത്തി വെച്ച് കട്ട് ചെയ്യാൻ പോവാ അല്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതെ ഉണങ്ങാത്ത കണ്ടോ കാണുന്ന ഗ്യാപ്പിലേക്ക് അവർ വെച്ച്. അതാണ് അപ്പോൾ വർക്ക് ഏകദേശമൊക്കെ തീരാറായി. ഇനി കുറച്ചും കൂടെ തീരാനുള്ളൂ. അപ്പോൾ അവർ ഇതുവരെ ചെയ്തു വെച്ച വർക്കിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. വർക്ക് കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.